മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്, അദ്ദേഹം HOD ആണ്. അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിലെ ഓപ്പറേഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട്, ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അത് വളരെ സങ്കടകരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു, ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയാതെ, ഉപകരണമില്ലാതെ എന്നൊക്കെ പറഞ്ഞ്. അത് വലിയ വിവാദമായി, വാർത്തയായി, പിന്നെ ഒരുപാട് പോസ്റ്റായി. അദ്ദേഹം പിന്നെ വലിയ അന്വേഷണമായി. കേരളത്തിൻ്റെ ആരോഗ്യ മാതൃകയെ തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ വന്നു. ഗവൺമെൻറ് തന്നെ പ്രതിരോധത്തിലായി. പിന്നെ അതേ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞ് വീഴുകയും കാസർഗോഡ് ഹോസ്പിറ്റലിലെ, ജില്ലാ ഹോസ്പിറ്റലിലെ മൃതദേഹം അടക്കുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുടെ പരമ്പരയിൽ തന്നെ ആരോഗ്യവകുപ്പ് പോയി. അതെല്ലാം കെട്ടടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു നമ്മുടെ ഹാരിസ് ഡോക്ടർ, അപ്പോൾ ഹാരിസ് ഡോക്ടറെ ചേർത്ത് നിർത്തും, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അതൊക്കെ നമ്മൾ പരിഹരിക്കുമെന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂറിനകത്ത് ഹൈദരാബാദിൽ നിന്ന് മിഷൻ ഫ്ലൈറ്റിൽ വന്നു, ഓപ്പറേഷനുകൾ നടന്നു, എല്ലാം നടന്നു. എല്ലാം സൈലൻ്റ് ആയപ്പോഴാണ് വീണ്ടും ഇതാ പരിപാടികൾ, കുത്തിപ്പൊക്ക് പരിപാടികൾ വന്നു. അദ്ദേഹത്തിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഇനി കാരണം കാണിക്കൽ നോട്ടീസ് തൃപ്തികരമല്ലെങ്കിൽ തീർച്ചയായും നടപടി വരും. തൃപ്തികരമാക്കാൻ പറ്റില്ലല്ലോ, കാരണം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇട്ട കാര്യം പറയേണ്ടി വരും. അപ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റ് അനുസരിച്ച് സ്ട്രിക്റ്റായി പിടിച്ചാൽ അങ്ങനെ ഫേസ്ബുക്കിൽ ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഫേസ്ബുക്ക് ഒരു സ്വകാര്യ ഇടമായതുകൊണ്ട് ഇനി ഇട്ടതാണെന്ന് വേണമെങ്കിൽ പുള്ളിക്ക് പറയാം, ഡോക്ടർക്ക് പറയാം, അതൊരു സ്വകാര്യ ഇടമാണ്, എൻ്റെ സ്വകാര്യ വാളിലാണ് ഇട്ടത്, ഞാൻ പൊതു ഗ്രൂപ്പിലോ പൊതു ഇടങ്ങളിലോ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ പറഞ്ഞതല്ല, എൻ്റെ സ്വകാര്യമായിട്ടുള്ള ഒരു വാളിലാണ് ഞാനത് ഇട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ മറുപടി കൊടുക്കുമായിരിക്കാം. പക്ഷെ എന്തായാലും ഡോക്ടർ ഹാരിസ് പെട്ടു. ഇതുകൊണ്ടാണ് ഹാരിസിനെ കുരുക്കുന്നത്, കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നത് ഹാരിസിനെ കൊടുക്കാനല്ല, ഹാരിസ്മാരെയും ഹാരിസ്മാരികളെയും കൊടുക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഇനിയൊരു ഉദ്യോഗസ്ഥനും മിണ്ടിപ്പോകരുത്. ഏത് വകുപ്പിൽ എന്ത് കുഴപ്പം നടന്നാലും, എന്ത് അഴിമതി നടന്നാലും, എന്ത് തോന്നിയവാസം നടന്നാലും, എന്ത് കുന്നായ്മ നടന്നാലും, സ്വജനപക്ഷം നടന്നാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇനി മിണ്ടരുത്. അങ്ങനെ മിണ്ടിയാൽ ഹാരിസിൻ്റെ അനുഭവം വരുമെന്ന് വീണ പറയുകയാണ്. നേരത്തെ ചേർത്ത് നിർത്തിയത് ധൃതരാഷ്ട്ര ആയിരുന്നു. കഴുത്തിനാണ് കുത്തിപ്പിടിച്ചിരിക്കുന്നത്. ഹാരിസിൻ്റെ ജോലി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം ചിലപ്പോൾ സസ്പെൻഷനിലേക്ക് പോകാം. ഇനി ചിലപ്പോൾ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കാൻ വേണ്ടി ഒരു ശാസനയിലോ അങ്ങനെ നിർത്താനും സാധ്യതയുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യും, ഡീമോട്ടിവേറ്റ് ചെയ്യും, അദ്ദേഹത്തിൻ്റെ എനർജി കളയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആദ്യവിധ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. ഇപ്പോൾ തന്നെ അദ്ദേഹം മാനസിക സമ്മർദ്ദത്തിൽ എത്തിക്കാണും. ഇനി ബാക്കി കൂടെ പണി ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും. അങ്ങനെ രാജാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, രാജാക്കന്മാർക്കെതിരെ പറഞ്ഞാൽ, മന്ത്രിമാർക്കെതിരെ പറഞ്ഞാൽ, ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പേരാണ് ഫാസിസം. ഇങ്ങനെയാണ് ഫാസിസം വരുന്നത്. അത് ഏത് പാർട്ടിയുടെ രൂപത്തിലും വരും. അത് തെരുവിൽ നടക്കുന്ന സംഘർഷത്തിൽ മാത്രമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ശമ്പളം വാങ്ങുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തൻ്റെ വകുപ്പിൽ നടന്നൊരു കാര്യം പറയാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിൻ്റെ ലളിതമായ വാക്കാണ് ഫാസിസം. അപ്പോൾ അങ്ങനെ ഹാരിസ് എന്ന് പറയുന്ന രക്തസാക്ഷി ഉണ്ടായിരിക്കുന്നു. ഇനി ഒരു ഉദ്യോഗസ്ഥനും മിണ്ടുകയില്ല. അടിമകളെ പോലെ പണി ചെയ്തോളുക. നിങ്ങൾ DA തരാൻ മനസ്സില്ല, നിങ്ങൾക്ക് ശമ്പള പരിഷ്കരണം നടത്തി തരാൻ പൈസയില്ല, മനസ്സില്ല. ആശാ വർക്കേഴ്സിന് നിങ്ങൾ സമരം ചെയ്താലും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ അംഗൻവാടിക്കാർക്ക് ഞങ്ങൾ ഒന്നും തരില്ല. നിങ്ങൾ അടിമകളാണ്, വേണമെങ്കിൽ പണിയെടുത്തോളൂ, വേണമെങ്കിൽ പാർട്ടി പരിപാടികൾക്കൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞ് മറ്റൊന്നിനും നിങ്ങളെ ആവശ്യമില്ല, നിങ്ങൾ അടിമകളാണ് എന്നുള്ളൊരു സന്ദേശം കൂടി. നിങ്ങൾ സർക്കാർ പാദസേവ ചെയ്യുന്ന അടിമ ഉടമ സമ്പ്രദായത്തിലുള്ളവരാണ്. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് കൊണ്ട് ആ കൂലി ഇനി എത്ര കാലം കിട്ടുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. സർക്കാർ സംവിധാനം പോലും കുഴഞ്ഞു മറിഞ്ഞു പോകുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഹാരിസ്മാർ സൂക്ഷിക്കുക. ഡോക്ടറെ ഈ പണി ചെയ്യണ്ടായിരുന്നു. നിങ്ങൾക്കുള്ള വലിയ പണി, 8ൻ്റെ പണി വരാനിരിക്കുന്നു. ബാക്കി ഡോക്ടർമാർ ജാഗ്രതയിൽ പണിയെടുക്കുക, നാവടക്കുക, ഒന്നും പറയണ്ട.